ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ലഞ്ച് കോംബോയാണ്. അപ്പോൾ നമുക്ക് രുചിയോട് കൂടി കഴിക്കാൻ പറ്റിയ 3 കറികളാണ് കേട്ടോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, ഓരോന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചേനയും അതുപോലെ പച്ചക്കായൊക്കെ വെച്ചിട്ട് അതുപോലെ വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വഴുതനങ്ങയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കും തോറും ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തോടെ തന്നെ 1-2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. 1-2 മിനിറ്റ് ആയതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി കളയണം. നമ്മൾ അരിയൊക്കെ കഴുകുന്ന പോലെ ഒന്ന് കഴുകി കളയുക. ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയുക, വീണ്ടും വെള്ളം നിറച്ചിട്ടൊന്ന് കഴുകിയിട്ട് വീണ്ടും വെള്ളം ഊറ്റിക്കളയുക. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 പ്രാവശ്യം അങ്ങനെ 3-4 പ്രാവശ്യം കഴുകി കളയുക. അപ്പോൾ അതിൻ്റെ ഒരു ബ്രൗൺ പാർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാൻ 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊരു 10-15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 20 അല്ലെങ്കിൽ 25 എണ്ണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി ആണെങ്കിൽ 25 എടുക്കുക, അല്ലെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ മതിയാകും. അപ്പോൾ ഞാൻ കുറച്ച് സവാളയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അത്രയും ചെറിയ ഉള്ളി ഇല്ലാത്ത കൊണ്ട്. ഇനി ഇതിലോട്ടൊരു 8 അല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിത് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. നല്ലോണം ബ്രൗൺ കളറായി എടുക്കണമെന്നില്ല. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ സവാളയൊക്കെ ആണെങ്കിൽ 2 സവാള ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വഴുതനങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നേരം വേവിച്ചെടുക്കണ്ട. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി മൂടി വെച്ചിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ എണ്ണ കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് ക്രിസ്പി ആയിട്ടല്ല കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു സമയത്തൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള നമുക്ക് ബ്രിഞ്ചോൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതൊരു മെഴുക്ക് പുരട്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇനി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കൂട്ടുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേനയും പച്ച നേന്ത്രക്കായയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാം ചേന, അതുപോലെ 250 ഗ്രാം നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ. അപ്പോൾ ഇതുപോലെ രണ്ടും ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 നേന്ത്രക്കായാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നേന്ത്രക്കായ അതിൻ്റെ തൊലി മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഒരു വലിയ പൊട്ടാറ്റോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ വെള്ളരിക്ക എടുത്തിട്ട് അതിൻ്റെ പകുതിയൊക്കെ മതിയാകും. പിന്നെ 1 കപ്പ് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് വെള്ളം ഇല്ലാതെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ നമുക്ക് പച്ചക്കറി ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വേവൊക്കെ ഒരേ സമയം വേവുള്ളത് കൊണ്ട് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടല വേവാകുമ്പോഴേക്കും കടല ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പോൾ ഇതാദ്യം നമുക്ക് വേവാൻ മാത്രം, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്കിതിലോട്ട് കടല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/4 ഭാഗത്തോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ വേവിച്ച കടലയിലും ഒരുപാട് വെള്ളമില്ല. അതുപോലെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത വെള്ളം ഓൾമോസ്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുക. പിന്നെ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, ക്യൂമിൻ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു തരിതരിപ്പോടെ മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു തരിതരിപ്പോടെ മാത്രം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്, എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു 1-2 ടീസ്പൂണ് ശർക്കര ചീകിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഒരുപാട് നേരം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കേണ്ടതില്ല. കുറച്ച് നേരം മാത്രം മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ ഇത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ടൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ഉഴുന്ന് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഈ ഒരു ഉഴുന്നൊക്കെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക.
അപ്പോൾ ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഉഴുന്നൊക്കെ ചേർത്ത സമയത്ത് തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ, ഈ ഒരു തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ആവാറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു തേങ്ങയൊക്കെ. അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തേങ്ങയൊക്കെ നമുക്ക് ആദ്യം തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഞാൻ ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കൂട്ടുകറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് അതിൻ്റെ ഒരു പച്ചക്കറിയൊക്കെ ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ആക്കിയെടുക്കണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു തേങ്ങ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇളക്കിയെടുക്കണ്ട കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു 5-10 സെക്കൻഡ് മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ചിട്ട് തന്നെ കുറച്ച് നേരം മാറ്റി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു 1-2 ടീസ്പൂണ് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം മൂടി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം മൂടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഞാൻ ഒഴിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഞാൻ മിനിയാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 5 വെറൈറ്റി സാമ്പാർ. അപ്പോൾ അതിൽ ഉള്ളി സാമ്പാറും തക്കാളി സാമ്പാറും വെജിറ്റബിൾ വെച്ചിട്ടുള്ള സാമ്പാറൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാമ്പാർ അതിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് കോംബോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടവും കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായി. ഇപ്പോൾ ഒരു സദ്യ കഴിച്ച ഫീലൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.